എവ്രിവൺ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സെം MCOMലെ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഫോർ ബിസിനസ് ഡിസിഷൻസ് എന്നുള്ള സബ്ജക്റ്റിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന പ്രോബ്ലംസ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോണത് കേട്ടോ. അപ്പോൾ ഒരു വരുന്ന പ്രോബ്ലമാണ് കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാന്നുള്ളത്. അത് 3 രീതിയിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. 3 മെത്തേഡ്സ് ആണുള്ളത്. ഒന്ന് കാൾ പിയേഴ്സൺസ് പ്രോഡക്റ്റ് മൊമെൻറ്റ് മെത്തേഡ് ഉണ്ട്, ഒന്ന് സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ മെത്തേഡ് ഉണ്ട്, അതുപോലെയുള്ളതാണ് കൺക്വറൻറ്റ് ഡീവിയേഷൻ മെത്തേഡ്. ഇങ്ങനെ 3 മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് കാണാനായിട്ട് പറ്റുക. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കാനായിട്ട് പോണത് കാൾ പിയേഴ്സൺസിൻ്റെ പ്രോഡക്റ്റ് മൊമെൻറ്റ് മെത്തേഡ് ആണ് കേട്ടോ. സ്റ്റാർട്ട് ചെയ്യാം. കാൾ പിയേഴ്സൺസ് മെത്തേഡ് കാണാനായിട്ട് പല രീതിയിലുള്ള ഇക്വേഷൻസ് ഉണ്ട്. നിങ്ങൾ ഏത് ഇക്വേഷനാണോ ഓൾറെഡി ആദ്യം പഠിച്ചിട്ടുള്ളത് അത് ഫോളോ ചെയ്തോളൂ കേട്ടോ. ഇവിടെ ഞാൻ പറയാനായിട്ട് പോണ ഇക്വേഷൻ ഇതാണ്: R = n സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ബൈ റൂട്ട് n സിഗ്മ സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ ഇൻറ്റു n സിഗ്മ വൈ സ്ക്വയർ മൈനസ് സിഗ്മ വൈ ഹോൾ സ്ക്വയർ. ഇക്വേഷൻ ഇത്തിരി വലിപ്പമുണ്ടെങ്കിലും സിമ്പിളാണ് കേട്ടോ. അപ്പോൾ ഇവിടെ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് പെയേഴ്സ് ആണ്, അല്ലെങ്കിൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് നമുക്ക് തന്നിട്ടുള്ളതിനെയാണ് n എന്ന് പറയുന്നത്. എക്സ് എന്ന് പറയുന്നത് നമുക്ക് ഗീവൺ വാല്യൂസ്, നമുക്ക് ഓൾറെഡി വേരിയബിൾ എക്സ് ആയിട്ട് തന്നിട്ടുള്ള വാല്യൂസ് തന്നെയാണ് എക്സ് എന്ന് പറയുന്നത്. വൈ എന്ന് പറയുന്നതും ഗീവൺ വാല്യൂസ് തന്നെയാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് ഇക്വേഷൻ എന്തായാലും നോക്കി വയ്ക്കുക കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ഫ്രം ദ ഫോളോയിങ് ഡാറ്റ കമ്പ്യൂട്ട് പ്രോഡക്റ്റ് മൊമെൻറ്റ് കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് ആൻഡ് ഇൻ്റർപ്രറ്റ് ഇറ്റ്. ചിലപ്പോൾ നമുക്ക് പ്രോഡക്റ്റ് മൊമെൻറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് തരും, ഇല്ലെങ്കിൽ സ്പിയർമാൻ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടാണ് തരിക കേട്ടോ. അപ്പോൾ അത് നോക്കണം, കാരണം 3 മെത്തേഡ്സ് ഉണ്ടല്ലോ, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കറക്റ്റ് അറിയാനായിട്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് ഡാറ്റ തന്നിട്ടുണ്ട്, എക്സും വൈയും തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ എന്ത് ചെയ്യുക, എക്സും വൈയും എടുത്തെഴുതുക. എക്സ് ഉണ്ട്, വൈ ഉണ്ട് അല്ലേ? ഇവിടെ എക്സ് എത്രയൊക്കെയാണ്? 57 ഉണ്ട്, 42 ഉണ്ട്, 40 ഉണ്ട്, 48 ഉണ്ട്, 38 ഉണ്ട്, 40 ഉണ്ട്, പിന്നെ 38 ആണുള്ളത്. 40, 38, പിന്നെ എത്രയാണ്? 42, 45, 42 വീണ്ടും 44, പിന്നെ 40, പിന്നെ 46, 44, 43. അങ്ങനെ നോക്കിയിട്ട് എത്രയാണോ എക്സ് എന്ന് വെച്ചാൽ നമുക്ക് ഗീവൺ ഡാറ്റ തന്നിരിക്കുന്നത് എഴുതാം. അതേപോലെ തന്നെ വൈയും ഫില്ല് ചെയ്യാം. ഇവിടെ തന്നിരിക്കുന്ന എക്സും വൈയും നമ്മൾ എന്ത് ചെയ്തു? ഫില്ല് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് എന്തൊക്കെയാണ്? ഇവിടെ സിഗ്മ എക്സ് വൈ വേണം അല്ലേ? അപ്പോൾ ഇവിടെ എക്സ് വൈ വേണം, അതുപോലെ തന്നെ എക്സ് സ്ക്വയർ വേണം, വൈ സ്ക്വയർ വേണം. ഇത്രയാണ് നമുക്ക് വേണ്ടത്. സിഗ്മ എക്സ് വൈയും സിഗ്മ എക്സ് സ്ക്വയറും സിഗ്മ വൈ സ്ക്വയറും ഒക്കെ കിട്ടാനായിട്ട് കേട്ടോ. അപ്പോൾ എക്സ് വൈ എന്ന് പറയുന്നത് എന്താണ്? എക്സ് ഇൻറ്റു വൈ ചെയ്യുമ്പോഴാണ് നമുക്ക് എക്സ് വൈ കിട്ടുക. അപ്പോൾ 57 ഇൻറ്റു 10 ചെയ്യുമ്പോൾ നമുക്ക് 570 കിട്ടും. 42 ഇൻറ്റു 26 ചെയ്യുമ്പോൾ 1092 കിട്ടും. 40 ഇൻറ്റു 30 ചെയ്യുമ്പോൾ നമുക്ക് 1200 കിട്ടും. അങ്ങനെ എല്ലാം കണ്ടുപിടിക്കുക. എക്സ് ഇൻറ്റു വൈ ചെയ്താൽ നമുക്ക് കിട്ടും കേട്ടോ. നമുക്ക് എക്സ് വൈ മൊത്തം കിട്ടി. എക്സ് വൈ മൊത്തം എക്സ് ഇൻറ്റു വൈ ചെയ്താൽ മതി. അതേപോലെ തന്നെ എക്സ് സ്ക്വയർ കാണാം. എക്സ് സ്ക്വയർ കാണാനായിട്ട് ഇവിടെ എക്സ് എത്ര? 57 അല്ലേ? 57 സ്ക്വയർ 57 ഇൻറ്റു 57 എത്ര കിട്ടും? 3249 കിട്ടി. 42 ഇൻറ്റു 42 ചെയ്യുക, 1174 കിട്ടും. 40 ഇൻറ്റു 40 ചെയ്യുമ്പോൾ 1600 കിട്ടും. അങ്ങനെ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എക്സ് സ്ക്വയർ കിട്ടും. അതേപോലെ തന്നെ വൈ സ്ക്വയറും വേണം. വൈ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇവിടെ 10 ആണ്. 10 ഇൻറ്റു 10 ചെയ്യുമ്പോൾ 100. 26 ഇൻറ്റു 26 ചെയ്യുമ്പോൾ 676. 30 ഇൻറ്റു 30 ചെയ്യുമ്പോൾ 900. അങ്ങനെ നമ്മൾ എക്സ് സ്ക്വയറും വൈ സ്ക്വയറും കണ്ടുപിടിക്കണം. അപ്പോൾ ഫുള്ളായിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ തന്നെ കണ്ടു നോക്കുക കേട്ടോ. നമ്മൾ എല്ലാത്തിൻ്റെയും ചെയ്തിട്ടുണ്ട്. ഇനി കാണേണ്ടത് ഇതിൻ്റെ എല്ലാം സിഗ്മ എടുക്കണം. സിഗ്മ എന്ന് പറഞ്ഞാൽ ടോട്ടൽ എടുക്കണം. അപ്പോൾ ആദ്യം നമ്മൾ എക്സിൻ്റെ ടോട്ടൽ എടുക്കുമ്പോൾ എത്ര കിട്ടും? 523 കിട്ടും. സിഗ്മയാണ് കേട്ടോ അത്. അതുപോലെ തന്നെ വൈഡ് എടുക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 306 കിട്ടി. എക്സ് വൈ എടുക്കുമ്പോൾ നമുക്ക് 13,028 ആണ് കിട്ടുക. എക്സ് സ്ക്വയർ എടുക്കുമ്പോൾ നമുക്ക് 23,047 വന്നു. വൈ സ്ക്വയർ എടുക്കുമ്പോൾ നമുക്ക് 8,504 വന്നു. അങ്ങനെ നമുക്ക് ഇതിൻ്റെ എല്ലാം എന്ത് കിട്ടിയിട്ടുണ്ട്? സിഗ്മ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇക്വേഷൻ ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. R = n സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ബൈ റൂട്ട് ഓഫ് n സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ ഇൻറ്റു n സിഗ്മ വൈ സ്ക്വയർ മൈനസ് സിഗ്മ വൈ ഹോൾ സ്ക്വയർ. ഇനി ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പെയേഴ്സ് ആണ് അല്ലേ? ഇവിടെ മൊത്തം എത്ര പെയേഴ്സ് ഉണ്ടെന്ന് എണ്ണി നോക്കുക. എത്ര പെയേഴ്സ് ഉണ്ട്? 12 പെയേഴ്സ് ഉണ്ട്. 12 ഇൻറ്റു സിഗ്മ എക്സ് വൈ നമുക്കിവിടെ കിട്ടിയിട്ടില്ലേ? എക്സ് വൈ എത്രയാണ്? 13,028 വന്നിട്ടുണ്ട്. മൈനസ് സിഗ്മ എക്സ്, ഇവിടെ എക്സ് എത്രയാ? 523. സിഗ്മ എക്സ് 523 ആണ്. 523 ഇൻറ്റു സിഗ്മ വൈ എത്രയാ? 306. ഓക്കെ, ഇനി ഇത്
ബൈ എത്രയാണ് റൂട്ട് ഓഫ് എൻ എത്രയാണ് 12 തന്നെയാണ് 12 ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ എത്രയാണ് 23,047 മൈനസ് സിഗ്മ എക്സ് ഓൾ സ്ക്വയർ ഇവിടെ സിഗ്മ എക്സ് എത്രയാ 523 ആണ് അല്ലേ, അതെടുക്കുക കേട്ടോ 523 ഓൾ സ്ക്വയർ. അതുപോലെ തന്നെ എൻ ഇൻറ്റു സിഗ്മ വൈ സ്ക്വയർ എത്രയാണ് ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് 8,504 മൈനസ് സിഗ്മ വൈ ഓൾ സ്ക്വയർ 306 ഓൾ സ്ക്വയർ വന്നു. ഓക്കെ അല്ലേ. ഇനി ഇതിൽ നമുക്ക് എന്ത് ചെയ്യാണ് കാൽക്കുലേറ്റ് ചെയ്യുക. 12 ഇൻറ്റു 13,028 ചെയ്യുമ്പോൾ 1,56,336 വന്നു മൈനസ് 523 ഇൻറ്റു 306 ചെയ്യുമ്പോൾ നമുക്ക് 1,60,038 വരും. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് പോകണം കേട്ടോ. കാൽക്കുലേറ്ററിൽ കാൽക്കുലേറ്റ് ചെയ്തോളൂ. റൂട്ട് ഓഫ് ഇവിടെ 12 ഇൻറ്റു 23,047 ചെയ്യുമ്പോൾ നമുക്ക് 2,44,164 ആണ് വരിക മൈനസ് ഈ ഒരു സ്ക്വയർ 523യുടെ സ്ക്വയർ എടുക്കുമ്പോൾ 2,73,529 വന്നു. ഇനി ഇൻറ്റു എത്രയാണ് 12 ഇൻറ്റു 80504 അല്ലേ, അത് എത്രയാണ് വരിക 1,02,048 മൈനസ് എത്രയാണ് ഇവിടെ 306ൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ 93,636 വന്നു. ഓക്കെ, അപ്പം നമുക്കിവിടെ എത്ര കിട്ടും? ഇവിടെ 1,56,336 മൈനസ് 1,60,308 ചെയ്യുമ്പോൾ നമുക്ക് മൈനസ് 3,702 ആണ് വരിക ബൈ ഇത് ചെയ്യുമ്പോൾ എത്ര വരും? 2,44,164 മൈനസ് 2,73,529 ചെയ്യുമ്പോൾ നമുക്ക് മൈനസ് 29,365 ആണ് വരിക ഇൻറ്റു ഇത് ചെയ്യുമ്പോൾ നമുക്ക് 8,412 കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ മൈനസ് 3,072 ബൈ 4,972.45 ചെയ്യുമ്പോൾ നമുക്ക് കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് കിട്ടുക -0.744 ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ വരുമ്പോഴാണ് നിങ്ങൾക്കൊരു ചെറിയൊരു കൺഫ്യൂഷൻ വരിക. അത് എന്ത് ചെയ്താൽ മതി, ഈ വാല്യൂസ് വലുത് വന്നതുകൊണ്ടാണ് ആ ഒരു കൺഫ്യൂഷൻ വരുന്നത്. അത് നിങ്ങൾ പതുക്കെ ഓരോ സ്റ്റെപ്പായിട്ട് ഈ ഒരു ഇക്വേഷൻ ബേസ് ചെയ്തിട്ട് ഓരോ സ്റ്റെപ്പായിട്ട് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റ് ഈ ഒരു കോറിലേഷൻ കോഎഫിഷ്യൻ്റെ ആൻസർ കിട്ടും കേട്ടോ. ഓക്കെ അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് കാൾ പിയേഴ്സൺസ് മെത്തേഡ് വെച്ചിട്ട് നമ്മൾ കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് കാണുക. ജസ്റ്റ് ഒന്ന് ചെയ്ത് തന്നെ നോക്കുക കേട്ടോ, എന്നാലാണ് കുറച്ചുകൂടി ക്ലിയർ ആവുള്ളൂ. അപ്പോൾ ഈ ഒരു മെത്തേഡ് ഓക്കെ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് റാങ്ക് കോറിലേഷൻ മെത്തേഡും കൺക്യൂറൻറ്റ് ഡീവിയേഷൻ മെത്തേഡും ഉണ്ട്. അത് നമുക്ക് നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ ഇടാം. അപ്പോൾ ഇത്രയും പറഞ്ഞത് ഓക്കെയാണ്. വീഡിയോ യൂസ്ഫുൾ ആയി. ഇനി ഇതുപോലത്തെ ഇമ്പോർട്ടൻറ്റ് വീഡിയോസ് കിട്ടണമെന്നുണ്ട്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക.